ഹലോ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ്. പിന്നെ അച്ഛനെയും അമ്മയും ഫ്രീ ആയിട്ട് കിട്ടിയൊരു സൺഡേ ആണ്. അപ്പോൾ ഒരു ഒഴിഞ്ഞ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്താ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്താലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊക്കെയല്ല ആദ്യം പ്ലാൻ ചെയ്യുക. പക്ഷേ എൻ്റെ അമ്മയുണ്ടല്ലോ കുറച്ച് വെറൈറ്റിയാണ്. അമ്മ ഒരു സൺഡേ കിട്ടിയാൽ അന്ന് എന്തൊക്കെ പണികൾ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അമ്മ ആദ്യം ചിന്തിക്കുന്നത്. കാരണം ഒരുപാട് പണികൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കുമ്പോഴേക്കിനും അന്നത്തെ ദിവസം അവിടെ അവസാനിക്കും. കാരണം അതെല്ലാം ചെയ്ത് തീർക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസം തീരും. പിന്നെ വേറെ ഒന്നിനും അമ്മയ്ക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് തന്നെ അമ്മയുടെ കുളിയും ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് അടുക്കളയിലോട്ട് ചെന്നപ്പോൾ തന്നെ 12 മണി 12:30 കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ നേരെ ഇന്നത്തെ ലഞ്ചാണ് നമ്മുടെ ഇന്നത്തെ സൺഡേയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് ബിരിയാണിയും പിന്നെ അതിൻ്റെ ഒപ്പം ഡെസേർട്ടായിട്ട് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നതെന്ന് അമ്മ പറഞ്ഞേ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മ ഒറ്റയ്ക്കല്ല, അച്ഛനും കൂടെ ഉണ്ടായിരുന്നു ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് അച്ഛനും അമ്മയും കൂടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ തന്നെ അന്നത്തെ ദിവസം പൊളിയാണ്. കാരണം അവരാണ് അന്നത്തെ വൈബ് എന്ന് പറയണത്. അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ അന്നത്തെ ദിവസം പേരും ഷോക്കായിരിക്കും, അന്ന് പേരും ബോറിംഗ് ആയിരിക്കും. ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ സൺഡേ കുറച്ചൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് അവർ എങ്ങോട്ടാണ് പോകുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാണെന്നൊന്നും അറിഞ്ഞുകൂടാ, എങ്ങോട്ടാ പോകുന്ന കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. എനിക്ക് അവിടെ വേറെ ചില പണികളൊക്കെ എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇനി അത് ചെയ്ത് തീർത്തില്ലെങ്കിൽ അതിനായിരിക്കും എനിക്ക് അടുത്ത ചീത്ത കേൾക്കണേ. അതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് മുങ്ങി, വേറെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ പണികളിലായാലും അടുക്കളയിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ, എൻ്റെ മൈൻഡ് മുഴുവൻ അവിടെയായിരുന്നു. എപ്പോൾ തീരും വെജിറ്റബിൾ ബിരിയാണി, എപ്പോൾ റെഡിയാവും എന്നുള്ളതായിരുന്നു. അപ്പോൾ അവരിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാൻ ഫുള്ള് ചെയ്ത് തീർത്തതിന് ശേഷം പിന്നെ അവരുടെ കൂടെ കൂടിയിട്ട് ബാക്കി ഉള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അവരുടെ കൂടെ കൂടി ഹെൽപ്പ് ചെയ്തിരുന്നു. അനിയൻ പിന്നെ ആ ഏരിയയ്ക്ക് വന്നിട്ടില്ല, കാരണം അവൻ ഫുള്ള് കളിയിലായിരുന്നു. അവൻ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ചങ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവൻ ഭയങ്കര കളിയായിരുന്നു. അവൻ ആ ഏരിയയ്ക്ക് വന്നിട്ടില്ല. കഴിക്കാൻ നേരത്ത് മാത്രമേ ആ പുള്ളീനെ ഇങ്ങോട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വെജ് ബിരിയാണി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും സാധനം നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ തന്നെ കളർഫുള്ളാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്മ ചെയ്തു തീർക്കാനുള്ള ബാക്കി പണികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം അപ്പോഴാണ് പറഞ്ഞത് എങ്ങോട്ടാണ് പോകുന്ന പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞില്ലേ. അപ്പോഴാണ് അമ്മ പറയുന്നത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ന്യൂ ബേബി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബേബീനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ പോകുന്ന വഴി ബേബിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ വേറെയും കുറേ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇനി വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.